ജന്മസ്ഥാനം ഹനുമാൻ ഖടിയും കൂടാതെ നിരവധി ക്ഷേത്രങ്ങൾ അയോധ്യയിലുണ്ട്. അതിൻ്റെ എണ്ണം ഏതാണ്ട് 3000-ലധികം വരും എന്നാണ് കണക്ക്. ലക്ഷ്മൺ ഖില, കാലേറാം ടെമ്പിൾ, നാഗേശ്വർനാഥ് ടെമ്പിൾ, അങ്ങനെ എണ്ണിയാൽ ഒടുങ്ങില്ല അവയുടെ എണ്ണം. ആ കാഴ്ചകളിലേക്ക് മറ്റ് ക്ഷേത്ര നഗരങ്ങൾ പോലെയല്ല അയോധ്യ. എവിടെ തിരിഞ്ഞാലും ചെറുതും വലുതുമായ ക്ഷേത്രങ്ങൾ, പലതും പഴമയും പ്രൗഢിയും വിളിച്ചോതുന്നവ. രാം ജന്മഭൂമിയിലെത്തുന്ന തീർത്ഥാടകരെല്ലാം ഉറപ്പായും സന്ദർശിച്ചിരിക്കേണ്ട സ്ഥലങ്ങളാണ് അവ. രാമക്ഷേത്ര സമുച്ചയത്തിന്റെ ഇടതുഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന കനക് ഭവൻ പ്രധാന ക്ഷേത്രമാണ്. 1891 നിർമ്മിക്കപ്പെട്ട ഈ ക്ഷേത്രം സോനെ കാ ഘർ എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. രാമനെയും സീതയെയും ഒരുമിച്ച് ആരാധിക്കുന്ന സ്ഥലമാണിത്. സ്വർണ്ണ കിരീടം വെച്ച പ്രതിഷ്ഠകളാണ് ഇവിടുത്തേത്. രാം ജന്മഭൂമിയുടെ വടക്കു പടിഞ്ഞാറൻ ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന സീതാ കി രസോയി അയോധ്യയിൽ സീതാദേവിയുടെ അടുക്കള ആയാണ് വിശേഷിപ്പിക്കപ്പെടുന്നത്. ഭക്ഷണവുമായി ബന്ധപ്പെട്ട വിശ്വാസമുള്ളതിനാൽ ഇവിടെ സൗജന്യമായി ഭക്ഷണ വിതരണം നടക്കാറുണ്ട്. ബഡി ജഗത് എന്നും ബഡാ ആസ്ഥാൻ എന്നും അറിയപ്പെടുന്ന ദശരഥ് മഹൽ രാമനായി സമർപ്പിച്ചിരിക്കുന്ന നിരവധി ക്ഷേത്രങ്ങളുടെ ഒരു സമുച്ചയമാണ്. ദശരഥ മഹാരാജാവിന്റെ ആസ്ഥാനമായിരുന്ന ഇവിടെയാണ് ശ്രീരാമൻ തന്റെ ബാല്യവും യൗവനവും ചെലവഴിച്ചത്. ചുവർ ചിത്രങ്ങളാൽ അതിമനോഹരമായാണ് ഇതിന്റെ ചുവരുകളുള്ളത്. അയോധ്യയിൽ തന്നെ നാഗേശ്വർനാഥ് ക്ഷേത്രവും തൊട്ടു പിന്നിലുള്ള കാലേറാം മന്ദിറും പ്രസിദ്ധം. സാധാരണ പ്രതിഷ്ഠകളിൽ നിന്നും വ്യത്യസ്തമായി കറുത്ത നിറത്തിലാണ് ഇവിടുത്തെ രാമനുള്ളത്. വിശ്വാസികളുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം ഇവിടെ ലഭിക്കുമെന്ന് വിശ്വാസം. രാമക്ഷേത്രത്തിന് സമീപമുള്ള സുഗ്രീവ് ഖില, സരയൂ തീരത്തെ ലക്ഷ്മൺ ഖില എന്നിവയും അയോധ്യയിൽ കണ്ടിരിക്കേണ്ട ക്ഷേത്രങ്ങളാണ്. എല്ലാ ധർമ്മങ്ങളെയും ഉൾക്കൊള്ളുന്ന ഇടമെന്ന നിലയിൽ ജൈനക്ഷേത്രവും സരയൂ തീരത്ത് കാണാം. ഭഗവാനും ഭക്തനും ഇഴചേർന്ന ഇടമാണ് അയോധ്യ. ഇവിടുത്തെ ക്ഷേത്രങ്ങളുടെ മഹത്വം പറയാൻ നിന്നാൽ 1-2 ദിവസങ്ങൾ കൊണ്ടൊന്നും തീരില്ല. അത് നേരിട്ട് ഇവിടെ എത്തി അനുഭവിച്ചറിയേണ്ടത് തന്നെയാണ്. ക്യാമറമാൻ കൃഷ്ണകുമാറിനൊപ്പം എസ് ശ്രീകാന്ത്, ജനം, അയോധ്യ.